ഇല്ലായ്മകളാണോ പോരായ്മകളാണോ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആദ്യം കാണുന്നത്? മനസ്സിൻ്റെ മഹത്വത്തെ നിർണയിക്കുന്ന മാനദണ്ഡമാണ് സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ. കാനാവിലെ കല്യാണ വീട്ടിൽ കന്യകമറിയം അമ്മ കടന്നു ചെന്നപ്പോൾ അവൾ കണ്ടത് ആ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് എന്നതല്ല, മറിച്ച് എന്തില്ലാത്തതിൻ്റെ പേരിലാണ് അവർ വേദനിക്കുന്നത് എന്നുള്ളത്. നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് അവിടെ എന്തൊക്കെയാ കാണുന്നത്? എന്തു വലിയ വീടാണ് ഇവർക്കുള്ളത്, എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് അവരുടെ വീടിൻ്റെ മുന്നിലുള്ളത്, വീടിനകത്തിട്ടിരിക്കുന്ന ഫർണിച്ചറുകൾ തുടങ്ങി ഓരോ സാധനങ്ങളും എത്രമാത്രം വിലപിടിപ്പുള്ളതാണ് എന്നായിരിക്കില്ലേ. എന്നാൽ കാനാവിലെ കല്യാണ വീട്ടിലെ ആ വിരുന്നിൻ്റെ വലിയ വിശേഷതകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്കുണ്ടായ ഒരു കുറവിനെ, അവരുടെ ഇല്ലായ്മയെ, അവരുടെ വല്ലായ്മയെ അവൾ നോക്കിക്കണ്ടു. വെറുതെയല്ല, ഏറ്റവും അനുകമ്പയോടെ. അവർക്കുണ്ടായ ആ ഇല്ലായ്മയിലും പോരായ്മയിലും അനുകമ്പ തോന്നിയ അമ്മ അത് പരിഹരിക്കാൻ അവിടെ തന്നെയുള്ള സാധ്യതകൾ കണ്ടെത്തുകയാണ്. തൻ്റെ പൊന്നോമന കുമാരൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മോനെ, അവരുടെ വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീർന്നു പോയതിൽ അവർ അനുഭവിക്കുന്ന വിഷമവും അവർ നേരിടാൻ പോകുന്ന അപമാനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി അമ്മ ആവുന്നത്ര അധ്വാനിക്കുക. ഒരു പക്ഷേ അവർക്കുണ്ടായ ഇല്ലായ്മയെ, അവർ നേരിട്ടതായ ആ പോരായ്മയെ മറ്റൊരു മനുഷ്യരാണ് അറിയുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് അപമാനത്തിന്, അപവാദത്തിന് ഒക്കെയുള്ള അവസരമാക്കി മാറ്റായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ചെയ്തത് അവരുടെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് ചെയ്തത്. ഈ നോമ്പ് മനുഷ്യൻ്റെ ഇല്ലായ്മകളെയും പോരായ്മകളെയും വല്ലായ്മകളെയും ഒക്കെ കണ്ടെത്താൻ, അതിനെ ആവുന്ന വിധത്തിൽ ആരും അറിയാതെ പരിഹരിക്കാനുമുള്ള അവസരങ്ങളായി തീരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.